വിദ്വേഷ പ്രസംഗം നടത്തിയ അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിനെ ഇന്നലെ സുപ്രീം കോടതി കൊളീജിയം വിളിപ്പിച്ച വാർത്ത പ്രേക്ഷകർക്ക് അറിയാമല്ലോ. ആ വാർത്തയിൽ ഒരു പുതിയ അപ്ഡേറ്റ് ഉണ്ട്. സുപ്രീം കോടതി കൊളീജിയം വിളിച്ചിട്ട് പരമാവധി അങ്ങ് ശാസിച്ചിട്ടുണ്ട്. ജുഡീഷ്യറിക്ക് കളങ്കമുണ്ടാക്കി എന്നാണ് സുപ്രീം കോടതിയുടെ കൊളീജിയം ശേഖർ കുമാർ യാദവിനെ വിമർശിച്ചിരിക്കുന്നത്. യാദവ് എന്താ പറഞ്ഞെന്നറിയോ? മുസ്ലിം സമുദായത്തെയൊക്കെ അവർ ഹിംസ ചെയ്യുന്ന സമൂഹമാണ്. പശുവിനെ കൊല്ലുന്നത് കണ്ടു വളരുന്ന കുട്ടികളിൽ കാരുണ്യവും സഹനവും എങ്ങനെയാണ് അഹിംസയും ഒക്കെ ഉണ്ടാവുക? കാട്മുല്ലാസ് എന്ന പേരിൽ ആ സമുദായത്തിലെ ആളുകളെ വിമർശിക്കുക, പരിഹസിക്കുക, യൂണിഫോം സിവിൽ കോഡ് ഈ രാജ്യത്ത് നടപ്പിൽ വരുമെന്ന് തന്നെ പറയുക, ഗംഗയും ഗംഗ ഗീത ഇത് മൂന്നുമാണ് എൻ്റെയും ഈ രാജ്യത്തിൻ്റെ സംസ്കാരം എന്ന് പറയുക. അങ്ങനെ ജുഡീഷ്യറിയുടെ ഉന്നത തലത്തിലിരിക്കുന്ന ഒരാൾക്ക് പറയാൻ പറ്റാത്തതെല്ലാം അന്ന് ശേഖർ കുമാർ യാദവ് VHP സംഘടിപ്പിച്ച ഈ യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പറഞ്ഞു. യാദവിനെതിരെ കൊളീജിയം തുടർ നടപടിക്ക് ശുപാർശ ചെയ്തേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത ശേഖർ കുമാർ യാദവ് നടത്തിയ പരാമർശം അന്ന് തന്നെ വിവാദമായിരുന്നു. ഭൂരിപക്ഷമുള്ളവർ രാജ്യം ഭരിക്കുമെന്നായിരുന്നു അന്ന് യാദവ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. വിവരങ്ങളുമായി നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു. നോബൽ മാരിക്കാരൻ, ഒരു ജഡ്ജിക്ക് പറയാൻ പാടില്ലാത്തതെല്ലാം ശേഖർ കുമാർ യാദവ് പറഞ്ഞു എന്നാണ് കൊളീജിയം ഇന്നലെ മനസ്സിലാക്കി ഈ ശേഖർ കുമാർ യാദവിനെ വിമർശിച്ചിരിക്കുന്നത്. ഈ കൊളീജിയത്തിന് പരമാവധി ചെയ്യാൻ കഴിയുക ട്രാൻസ്ഫർ, അതല്ലെങ്കിൽ അദ്ദേഹത്തെ റോസ്റ്റർ മാറ്റി മറ്റേതെങ്കിലും അപ്രധാനമായിട്ടുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന ജഡ്ജിയാക്കി മാറ്റുക തുടങ്ങിയ കാര്യങ്ങൾ മാത്രമേ ശിക്ഷാ നടപടികളായിട്ട് എടുക്കാൻ കഴിയൂ. ആ ജുഡീഷ്യൽ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യണമെങ്കിൽ ലോക്സഭയുടെയും രാജ്യസഭയുടെയും പ്രത്യേക പ്രമേയങ്ങൾ വഴി ഇംപീച്ച്മെന്റ് പ്രോസസ്സിലേക്ക് കടക്കേണ്ടി വരും. അതിനൊരു ഭാഗത്ത് തയ്യാറെടുക്കുമ്പോഴാണ് കൊളീജിയത്തിന്റെ വിമർശനം ഉണ്ടായിരിക്കുന്നത്. കണക്കിന് കൊടുത്തോ കൊളീജിയം ശേഖർ കുമാർ യാദവിനെ നോബൽ മാരിക്കാരൻ ഇന്നലെ? അരുൺ, ഇന്നലെ സുപ്രീം കോടതി കൊളീജിയത്തിന് മുന്നിൽ ഹാജരായ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിന് ശക്തമായ വലിയ കടുത്ത ഭാഷയുള്ള ശാസന കൊളീജിയത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് വിവരം പുറത്തേക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ കൊളീജിയം അലഹബാദ് ഹൈക്കോടതിയോട് റിപ്പോർട്ട് തരികയും ആ റിപ്പോർട്ട് പരിശോധിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ ശേഖർ കുമാർ യാദവിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഒരു തരത്തിലും ബോധ്യപ്പെടുത്താൻ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതേപടി തന്നെ കൊളീജിയം കേട്ടില്ല. അത് കൃത്യമായി തന്നെ കാരണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൊളീജിയം തേടിയതുകൊണ്ട് തന്നെ കൊളീജിയത്തിന് കൃത്യമായൊരു ധാരണയുണ്ടായിരുന്നു എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിന് പറഞ്ഞ മറ്റ് കാരണങ്ങൾ ഒന്നും അത് ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് കൊളീജിയം വിലയിരുത്തിയത്. അതിന് പിന്നാലെയാണ് കടുത്ത ശാസന ഉണ്ടായത്. പ്രത്യേകിച്ച് ഒരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരാളാണ് ജഡ്ജി. അതോടൊപ്പം അദ്ദേഹം ഇരിക്കുന്ന പോസ്റ്റിന് അത്രയും വലിയ പ്രാധാന്യമുണ്ട്. ജുഡീഷ്യറി നിഷ്പക്ഷത അടക്കമുള്ള കാര്യങ്ങൾ സംശയത്തിന് നിഴലിൽ നിർത്തുന്ന പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്നടക്കമുള്ള നിരീക്ഷണങ്ങൾ കൊളീജിയത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായി എന്ന് അറിയാൻ കഴിയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കടുത്ത ശാസന എന്താണെങ്കിലും കൊളീജിയത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായത്. ഈ ശേഖർ കുമാർ യാദവ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ അത് രാജ്യത്ത് വലിയ തരത്തിൽ തന്നെ ജുഡീഷ്യറിക്ക് കളങ്കമുണ്ടാക്കി എന്നും കൊളീജിയം വിലയിരുത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ തുടർ നടപടികൾ ഒരുപക്ഷെ കൊളീജിയത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകും. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്രസക്തമായ കേസുകൾ, അതായത് അധികം കേസുകൾ നൽകാതെ അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഇത്തരത്തിൽ മറ്റേതെങ്കിലും പദവിയിലേക്ക് നീക്കാനുള്ള മറ്റേതെങ്കിലും കോടതിയിലേക്ക് ചെറിയ കോടതിയിലേക്ക് മാറ്റാനുള്ള അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ രാജ്യസഭയിൽ ഇതിനോടകം അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ പാർട്ടി എംപിമാർ 55 എംപിമാർ ഒപ്പിട്ട പ്രമേയം നൽകുകയും ചെയ്തിട്ടുണ്ട്. നിലവിലത്തെ കൊളീജിയത്തിൻ്റെ നടപടി എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ കടുത്ത നടപടിയിലേക്ക് പോകുമോ എന്ന ചില സൂചനകൾ അത്തരത്തിലുള്ള സാധ്യതകളുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു. കാരണം ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് കൊളീജിയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ജഡ്ജിമാരും, അതായത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്കൊപ്പം തന്നെ മറ്റ് 4 ജഡ്ജിമാർ കൂടിയുണ്ട്. എല്ലാവരും ഇതിൽ ഒരേ നിലപാട് തന്നെ സ്വീകരിച്ചു ശേഖർ കുമാർ യാദവിൻ്റെ കാര്യത്തിൽ. കാരണം അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ അത്രയധികം ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ലാത്തതാണ് എന്താണ് കൊളീജിയം വിലയിരുത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് കടുത്ത ശാസന എന്താണെങ്കിലും ഇന്നലെ ലഭിച്ചത്. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഷക്കീർ പറയുന്നു, നാടക കമ്പനി ഇന്നലെ തറവാട്ടിലേക്ക് വിരുന്നിന് വിളിച്ച് നല്ല ചൂട് കപ്പിയും മത്തയൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ടാവും ശേഖർ കുമാർ യാദവിനെ എന്ന് പറയുന്നു. അല്ല, ഇന്നലെ കൊളീജിയം നല്ല ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചത്. കൊളീജിയത്തിന് പരമാവധി ചെയ്യാൻ കഴിയുക വിളിച്ച് ശാസിക്കുക, ശാസിച്ചതിന് ശേഷം ഒരു ട്രാൻസ്ഫർ അടിച്ച് കൊടുക്കുക എന്നത് മാത്രമാണ്. പക്ഷെ നമ്മുടെയൊക്കെ ഒരു ആശങ്ക പുള്ളിക്കാരനെ എടുത്ത് കേരളത്തിലോട്ടെങ്ങാനും ട്രാൻസ്ഫർ ചെയ്ത് കളയുമോ എന്നുള്ളതാണ്. ഇതിന് നമ്മളും കൂടെ സഹിക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. അപ്പോൾ അത് കൊളീജിയം ചെയ്യില്ലായിരിക്കുമെന്ന് കരുതാം, അല്ലേ? എല്ലാം കൂടി ഒരുമിച്ച് നമ്മുടെ തലയ്ക്ക് വന്ന് വീണാൽ ഒരു ഗവർണറെ കൊണ്ട് തന്നെ നമുക്ക് ഇരിക്കപ്പുറത്ത് ഇല്ല എന്നാണ് ചിലരുടെ ആക്ഷേപം. ഇനി ഒരു ജഡ്ജിയും കൂടി നമ്മുടെ ഹൈക്കോടതി വന്നാൽ എന്തായിരിക്കും അവസ്ഥ?